ഒന്ന് വീണ് നല്ല അടിപൊളിയായിരിക്കും ഇപ്പം വീണ്. കിട്ടീന് നോക്കൂ, നല്ലതാ. അത് വീണപാടുള്ളത് കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടാവും. പുഴുവൊന്നും ഇല്ലായിരിക്കും അല്ലേ, നോക്കണേ ബാബുഞ്ഞാറ്റെ. അതെ, എവിടെയെങ്കിലും ഉണ്ട്. കൊച്ചോ ഇത്ര മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം പറക്കി വന്നത് നല്ല പഴുത്ത മാങ്ങയാണ്, പുഴുവൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതിനെ കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഈ കറുത്ത പാടും എല്ലാം ഇതെല്ലാം ചിരണ്ടിക്കളയും, അല്ലെങ്കിൽ പിന്നെ തോല് ഫുള്ളായിട്ട് കളയലും വേണം, എന്നിട്ട് ഇടുന്നതാണ് നല്ലത്. ഈ മാങ്ങയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിന്നെ പച്ച മുളക് അരച്ചാൽ മതി, പിന്നെ ജീരകം, കുറച്ച് ഉള്ളി എടുത്ത്, കടുക്, കരിയാപ്പില, ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്. അരപ്പ് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് നല്ല മണമുണ്ട്, ഇങ്ങനെ ജീരകത്തിൻ്റെയും പിന്നെ കടുകിൻ്റെയും കരിയാപ്പിലേൻ്റെയും എല്ലാം അരച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. തൊലി വൃത്തിയാക്കിയിട്ട് തൊലിയോടെ ഇങ്ങനെ അരിഞ്ഞിട്ട് എടുക്കുന്നവരുമുണ്ട്. ഞാനിന്നെല്ലാം കളഞ്ഞ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ശരിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം, പിന്നെ പച്ചമുളകും. കറി നല്ലോണം ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ മാങ്ങക്കറി, എനിക്ക് മാങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ്, നല്ല മധുരമെല്ലാമായിട്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്.